Hi guys, welcome to Code with Ashok. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പോസ്റ്റ്മാൻ്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നോക്കാം. പോസ്റ്റ്മാനിൽ എങ്ങനെ വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാം, കളക്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ ഒപ്പം തന്നെ ഒരു API എടുത്തിട്ട് അതിൻ്റെ ഗെറ്റ് പുട്ട് ഡിലീറ്റും അപ്ഡേറ്റും കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് ഒരു വീഡിയോയിൽ നോക്കാം. ആദ്യം പോസ്റ്റ്മാൻ കട്ട് ചെയ്തിട്ട് postman.com പോവാം. സൈൻ ഇൻ ചെയ്തിട്ടില്ല എന്നെങ്കിൽ സൈൻ ഇൻ ചെയ്യണം. ചെയ്തിട്ട് ഇങ്ങനെ ഒരു പേജ് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഇവിടെ നമുക്ക് വർക്ക് സ്പേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമുക്കൊരു പുതിയ വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് വർക്ക് സ്പേസ് എന്ന് കൊടുക്കാം. വർക്ക് സ്പേസ് എന്ന് പറയുന്നത് ഓരോരോ പ്രൊജക്റ്റ് പോലെ നിങ്ങൾ കണക്കാക്കിയാൽ മതി. നമ്മൾ ഫ്ലട്ടറിൽ പല പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അതിനായിട്ട് ഇപ്പോൾ നമ്മൾ ഇ-കോമേഴ്സ് ഒരു പ്രോജക്റ്റ് നമ്മൾ ഫ്ലട്ടറിൽ ചെയ്യുകയാണെങ്കിൽ അതിനായിട്ടുള്ള APIസിനെല്ലാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ API മാത്രം ഇവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ കണക്കാക്കിയാൽ മതി. അതാണ് ഈ വർക്ക് സ്പേസിൻ്റെ പണി എന്ന് പറയുന്നത്. വർക്ക് സ്പേസിൽ ഞാൻ ഒരു നെയിം കൊടുക്കുന്നുണ്ട്. എന്താ കൊടുക്കുക? വെദർ ആപ്പിൻ്റെ APIs എന്ന് കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഇത് പേഴ്സണൽ ആണോ? പേഴ്സണൽ ആണെങ്കിൽ ഓൺലി യു ക്യാൻ ആക്സസ്. പ്രൈവറ്റ് ആണെങ്കിൽ പേഴ്സണലും പ്രൈവറ്റും എല്ലാം ഒന്ന് തന്നെ. ടീം ആണെങ്കിൽ ഒരു 4-5 ആൾക്ക് നിങ്ങൾക്ക് പെർമിഷൻ കൊടുത്താൽ അവർ യൂസ് ചെയ്യാം. പബ്ലിക് ആണെങ്കിൽ ആര് വേണമെങ്കിൽ ഇതിനെ നോക്കാൻ പറ്റും. ഞാൻ ഇവിടെ പേഴ്സണൽ എന്ന് കൊടുക്കുന്നുണ്ട്. പേഴ്സണൽ കൊടുത്തിട്ട് ഇവിടെ ക്രിയേറ്റ് കൊടുക്കാം. ഇപ്പം നമ്മളുടെ വർക്ക് സ്പേസ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. വെദർ APIസിൻ്റെ വർക്ക് സ്പേസ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇവിടെ ഒരു പ്ലസ് ഐക്കോൺ ഉണ്ട്. അത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ ന്യൂ കളക്ഷൻ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ന്യൂ കളക്ഷൻ്റെ പേര് നമുക്കിവിടെ മാറ്റി കൊടുക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഇപ്പോൾ വർക്ക് സ്പേസ് എന്ന് പറയുന്നത് ഒരു ഇ-കോമേഴ്സ് ആപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ APIs ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർക്ക് സ്പേസ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ വേണ്ട, കൺഫ്യൂസ് ആവും. ഇപ്പോൾ വെദറിൻ്റെ ഒരു ആപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ APIs എല്ലാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ വെദർ ആപ്സ് APIs എന്ന് ഒരു വർക്ക് സ്പേസ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഈ വെദർ APIയിൽ ആ വെദർ API മാത്രമാണോ ഉണ്ടാവുന്നത്? അതിൽ കുറേ APIs ഉണ്ടാവും. ലോഗിൻ സ്ക്രീൻ അതെന്റിക്കേഷൻ്റെ APIs ഉണ്ടാവും. പിന്നെ ഡാറ്റ കിട്ടുന്ന APIs ഉണ്ടാവും. പ്രൊഫൈലിൻ്റെ APIs ഉണ്ടാവും. ഇതെല്ലാത്തിനും നമ്മൾ ഒരു കളക്ഷൻ ആയിട്ട് മാറ്റാനാണ് ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പേര് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു കളക്ഷനിൽ നമുക്ക് ലോഗിൻ APIs എന്ന് കൊടുത്ത് എൻ്റർ കൊടുക്കാം. അപ്പോൾ ഇതൊരു ലോഗിൻ്റെ ഭാഗമായിട്ടുള്ള APIs, അതായത് സൈനപ്പ്, ലോഗിൻ, പാസ്വേഡ്, ഇതിനായിട്ടുള്ള APIs നമുക്ക് ഈ ഒരു കളക്ഷനിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് അത് ടെസ്റ്റ് ചെയ്യാം. ഇന്നൊരു കളക്ഷൻ കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഡാറ്റ APIs, ഇതിൽ നമുക്ക് ഹോം പേജിൽ കാണിക്കുന്നുള്ള ഡാറ്റാസിനെയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ആ APIസിനെയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു കളക്ഷനാണ്. ഇപ്പം നമ്മൾ ഈ ഒരു ഡാറ്റാസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴെ ആഡ് റിക്വസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു ഗെറ്റ് റിക്വസ്റ്റ് ഇവിടെ പുതിയതായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഗെറ്റ് റിക്വസ്റ്റിൽ നമ്മളുടെ URL ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അത് ഗെറ്റ് ആവുന്നുണ്ടോ, അതിൽ ഡാറ്റ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. അപ്പം നമ്മൾ സെൻഡ് കൊടുക്കുന്നു. ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ ഡാറ്റ ഉണ്ട്. ഈ പോസ്റ്റ്മാൻ എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു API ഉണ്ട്. ആ ഒരു APIനെ നമ്മൾ ക്രോമിൽ കൊണ്ടുപോയിട്ടിട്ട് ഒരു എൻ്റർ കൊടുത്താൽ അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് ഇവിടെ കാണിച്ചു തരും. പക്ഷേ ഇതൊരു ഗെറ്റ് മെത്തേഡിനും ഓക്കെ. ഇത് തന്നെ നമുക്കൊരു പോസ്റ്റ് അയക്കുകയാണെങ്കിലോ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിലോ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിലോ നമുക്ക് ഒരു ബ്രൗസറിൽ തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പോസ്റ്റ്മാൻ ഇല്ലെങ്കിൽ നമ്മൾ ഫ്ലട്ടറിൽ ഇത് നെയിം, ഏജ്, അഡ്രസ്സ്, ഇതിനായിട്ടുള്ള തനി ഫീൽഡെല്ലാം ക്രിയേറ്റ് ചെയ്ത് അതെല്ലാം ഇതിലേക്ക് അസൈൻ ചെയ്ത് നമ്മൾ പോസ്റ്റ് മെത്തേഡൊക്കെ കോൾ ചെയ്ത് നമ്മൾ എന്നിട്ടാണ് നമുക്ക് ഇത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഒരു UIയും ഇല്ലാതെ നമുക്ക് ഈ ഒരു API മാത്രം വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്, ഡാറ്റ സ്റ്റോർ ആവുന്നുണ്ടോ, ഗെറ്റ് ആവുന്നുണ്ടോ, ഡിലീറ്റ് ആവുന്നുണ്ടോ, അപ്ഡേറ്റ് ആവുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ് ഈ ഒരു പോസ്റ്റ്മാൻ നമുക്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ ഗെറ്റ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കും. അടുത്തതായിട്ട് ഈ ഒരു പ്ലസ് ഐക്കോണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഗെറ്റിന്റെ പകരം പോസ്റ്റ് കൊടുക്കാം.
പോസ്റ്റ് കൊടുത്തിട്ട് നമ്മളുടെ പോസ്റ്റ് URL ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് അതിനായിട്ടുള്ള ഡാറ്റ നമ്മൾ ഈ ബോഡി വഴി നമുക്ക് അയച്ചു നോക്കാം. ഇത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇവിടെ കണ്ടാൽ അറിയാം. ഇവിടെ ബോഡിയിൽ ക്ലിക്ക് ചെയ്യാം. പ്രോ ടെക്സ്റ്റ് മാറ്റിയിട്ട് JSON കൊടുത്തു. ഇവിടെ നമ്മളുടെ ഡാറ്റാസ് ഇവിടുന്ന് അയച്ചു കൊടുക്കുമ്പോൾ അത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒരു UI ഇല്ലാതെ തന്നെ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. നെയിം, സാമ്പിൾ, അഡ്രസ് പാലക്കാട്, ഏജ് 34, ഒരു ഗെറ്റിൽ അഡ്രസ്, നെയിം, ഏജ്, മൊബൈൽ നമ്പർ. പിന്നെ നമുക്ക് നമ്മുടെ ഡേറ്റാസ് എല്ലാം ഇവിടെ കൊടുത്തിട്ട് നമ്മളിവിടെ സെൻഡ് ബട്ടൺ കൊടുക്കുമ്പോൾ നമ്മളുടെ റിസൾട്ട് ഈ ഒരു റെസ്പോൺസിന്റെ താഴെ നമുക്ക് കാണിക്കാം. ഇപ്പോൾ സാമ്പിൾ ഏജ് 22 എന്നുള്ളത് ഇവിടെ നമുക്ക് പോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു APIയിൽ പോസ്റ്റ് മെത്തേഡ് വർക്ക് ആവുന്നുണ്ട്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇവിടെ പോയിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്യുമ്പോൾ 2 ഡാറ്റ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു APIനെ നമുക്ക് പോസ്റ്റിലേക്ക് ഉപയോഗിക്കാം. ഒരു പ്രശ്നവും ഒന്നും വരത്തില്ല. വർക്ക് ആവുന്നുണ്ട് പെർഫെക്റ്റ് ആയിട്ട്. അടുത്തത് നമ്മൾ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഈ ഒരു ഡാറ്റ ഈ ഒരു APIയിൽ അപ്ഡേറ്റ് സപ്പോർട്ട് ആവുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ഓപ്ഷൻ കൂടെ ക്രിയേറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമ്മൾ പുട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡിനെ കോൾ ചെയ്യുന്നു. എന്നിട്ട് പുട്ട് മെത്തേഡിന്റെ URL ഇവിടെ നമുക്ക് കൊടുക്കണം. ബോഡി റോ JSON. നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പോണ ID, സാമ്പിൾ അപ്ഡേറ്റഡ് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് സെൻഡ് ചെയ്ത് നോക്കാം. ഇവിടെ ID2 എന്നുള്ളത് സാമ്പിൾ അപ്ഡേറ്റ് എന്ന് അപ്ഡേറ്റ് ആവുന്നുണ്ട്. അത് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളതിനെ ഇവിടെ പോയിട്ട് നമുക്ക് റിഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പോൾ സാമ്പിൾ എന്നുള്ളത് സാമ്പിൾ അപ്ഡേറ്റ് എന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അപ്ഡേറ്റ് മെത്തേഡും ഇതിൽ സൂപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഈ ഒരു API അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് ഡിലീറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതിന് വീണ്ടും ഒരു റിക്വസ്റ്റ് നാം ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡിനെ കോൾ ചെയ്യാം. അതിൻ്റെ URL ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഡിലീറ്റ് സ്ലാഷ് ഏത് യൂസറിനാണോ ഡിലീറ്റ് ചെയ്യാൻ പോണത് അവരുടെ ID അവിടെ നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം. 2 കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ ഒരു ബട്ടൺ സെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു യൂസർ ഡിലീറ്റ് ആവണം. ഇവിടെ ഏത് യൂസറാണോ ഡിലീറ്റ് ആയത് അത് നമുക്കിവിടെ റെസ്പോൺസിൽ കിട്ടുന്നുണ്ട്. അതിന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്കൽ ഹോസ്റ്റിൽ പോയിട്ട് നമുക്ക് റിഫ്രഷ് ചെയ്ത് നോക്കി വെച്ചാൽ ആ ഒരു രണ്ടാമത്തെ യൂസർ അവിടെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഒരു യൂസർ മാത്രമേ ഇവിടെ ഉള്ളൂ. ഒരു പോസ്റ്റ്മാനിൽ ഇങ്ങനെയാണ് നമ്മൾ APIsനെ ടെസ്റ്റ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് ഇവിടെ സേവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് സേവ് എന്ന് കൊടുത്ത് ഡാറ്റ APIsൽ സേവ് കൊടുക്കാം. പിന്നെ പുട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് അതും കൂടെ സേവ് കൊടുക്കണം. അതും സേവ് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടറിയാം ഡാറ്റ APIs എന്നുള്ളതിൻ്റെ അവിടെ ഗെറ്റ് മെത്തേഡ് ഉണ്ട്, ഡിലീറ്റ് മെത്തേഡ്, പുട്ട് മെത്തേഡ്, പോസ്റ്റ് മെത്തേഡ്. ഇതിന്റെ പേര് നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് ചേഞ്ചും ചെയ്യാം. പോസ്റ്റ് API എന്ന് കൊടുത്ത് എൻ്റർ കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് പോസ്റ്റ് API എന്ന് വരും. പുട്ടിൽ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ പേര് മാറ്റുകയാണെങ്കിലും അപ്ഡേറ്റ് യൂസർ API. ഇവിടെ നമുക്ക്
നെയിമും ചേഞ്ച് ചെയ്യാം. ഇതൊരു കളക്ഷൻ ഓഫ് API. അടുത്തത് ലോഗിൻ API ഉണ്ടെങ്കിൽ അതിനെ ഇതിലേക്ക് ആഡ് റിക്വസ്റ്റ് കൊടുക്കാം. അത് നമ്മൾ ഇതിപ്പോൾ ചെയ്ത പോലെ തന്നെ നമ്മൾ ആ ഒരു API എല്ലാം വർക്ക് ആവുന്നതിനോടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് നമുക്ക് ഇവിടെ സേവ് ചെയ്തും വെക്കാം. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ അത്രയ്ക്കൊക്കെ ഉള്ളൂ. നമ്മളൊരു APIനെ എങ്ങനെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഇതിൽ കണ്ടു. പിന്നീട് വരുന്ന വീഡിയോക്കുള്ളിൽ ഈ ഒരു പാരംസ് എന്താണെന്നുള്ളതും ഓതറൈസേഷനും ഹെഡേഴ്സും ഇതൊക്കെ എന്താണെന്നുള്ളത് ഇനി വരുന്ന വീഡിയോക്കുള്ളിൽ ഞാൻ വിശദമായിട്ടും പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോ മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യാം. മനസ്സിലായില്ലെങ്കിൽ ഒരിക്കലും കൂടെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇത് കവർ ചെയ്തിടാം. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയണം. മനസ്സിലായെങ്കിൽ ഓക്കെ എന്ന് ഒരു കമൻറ്റ് ഇടണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്